അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അലവി സഖാഫിക്കായാലും ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. സുന്നത്തായ നിസ്കാരങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പരലോക വിജയത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. പരലോകത്ത് സ്വർഗം കിട്ടാനും സ്വർഗത്തിൽ മുത്തുനബി തങ്ങളുടെ അടുത്ത് സ്ഥാനം കിട്ടാനും സുന്നത്തായ നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി. മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഓ നബിയെ, അങ്ങയുടെ തൊട്ടടുത്ത് സ്വർഗത്തിൽ അങ്ങയുടെ റഫീഖായി എനിക്കൊരു സ്ഥാനം വേണമെന്ന് പറഞ്ഞപ്പോൾ അഇന്നി ബികസറത്തി സുജൂദ്, ഒരുപാട് സുജൂദുകൾ ചെയ്ത് ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച് നിങ്ങൾ എന്നോട് സഹകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇടം തരാമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുസമൂഹത്തിൽ ഒരു ധാരണയുണ്ടോ എന്ന് തോന്നാറുണ്ട്. സുന്നത്ത് നിസ്കാരം ഒരു വിഭാഗത്തിന് മാത്രമുള്ളതാണ്. കുറച്ച് ഉസ്താദുമാർക്ക്, കുറച്ച് സയ്യിദന്മാർക്ക്, പള്ളിയുമായി അടുത്തിടപഴകുന്ന പ്രായം ചെന്ന കുറച്ച് ആളുകൾക്ക് മാത്രമുള്ളതാണ് എന്നൊരു ധാരണ. ജുമുഅക്ക് പള്ളി നിറയെ ആളുകൾ ഉണ്ടാകും. ജുമുഅ കഴിഞ്ഞ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നത് കുറഞ്ഞ ആളുകൾ മാത്രമാണ് പല സ്ഥലത്തും കാണാറുള്ളത്. ളുഹറിനും അസ്റിനും മഗ്രിബിനും ഇശായിനും ബാക്കി എല്ലാ നിസ്കാരങ്ങൾ നോക്കുകയാണെങ്കിലും സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾ ഒരു 5% 7% ഒക്കെയാണ്. നമ്മുടെ പാരത്രിക വിജയത്തിന് ഏറ്റവും അനിവാര്യമാണ് സുന്നത്തായ നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അവ്വലുമാ യുഹാസബുൻ നാസു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി ജനങ്ങളോട് വിചാരണ നടത്തപ്പെടുന്നത് മിൻ അഅ്മാലിഹിം, അവരെ അമലുകളിൽ നിന്ന്, അസ്വല, നിസ്കാരത്തെക്കുറിച്ച. ഖാല യഖൂലു റബ്ബുന അസ്സ വജല്ല, നബി തങ്ങൾ പറയാണ്, അല്ലാഹു തആല പറയും, ലിൽ മലായിക, മലക്കുകളോട്, വഹുവ ആയിലും, അവന് എല്ലാം അറിയുന്ന ആളാണ്, എങ്കിലും അവൻ ഒരു ബോധ്യപ്പെടുത്തലിന് വേണ്ടി ചോദിക്കും, ഉൻളുറു ഫീ സ്വലാത്തി അബ്ദി, എൻ്റെ അടിമ നിസ്കരിച്ച ഫർളായ നിസ്കാരങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. എൻ്റെ അടിമയോട് ഞാൻ കൽപ്പിച്ച നിസ്കാരങ്ങൾ അവൻ എങ്ങനെ നിർവഹിച്ചു എന്ന് നിങ്ങൾ നോക്കണം. അത്തമ്മഹ, പൂർണ്ണമായ ഫർളുകളും സുന്നത്തുകളുമെല്ലാം പാലിച്ച് അതിനെ പൂർണ്ണമാക്കിയിട്ടുണ്ടോ? അം നഖസഹ, അല്ലെങ്കിൽ അവൻ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, പോരായ്മകൾ വരുത്തിയിട്ടുണ്ടോ എന്ന് മലായിക്കത്തിനോട് സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ അല്ലാഹു പറയും. ഫൈൻ ഖാനത്ത് താമത്തൻ, ആ നിസ്കാരം പൂർണ്ണമായി ചിന്ത ഇടറിപ്പോകാതെ ഫർളും സുന്നത്തുമായ അമലുകൾ മുഴുവനും ചെയ്ത് പൂർണ്ണമാണെങ്കിൽ കുത്തിബത്ത് ലഹു താമ, പൂർണ്ണമായിട്ട് അതിൻ്റെ പ്രതിഫലം അവന് നൽകപ്പെടുന്നു, രേഖപ്പെടുത്തപ്പെടുന്നു, അത് പൂർണ്ണമായി നൽകപ്പെടുന്നു. വഇൻ കാന ഇൻതഖസ മിൻഹാ ഷൈഅൻ, അതിൽ നിന്ന് വല്ലതും ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ആ നിസ്കാരത്തിൽ വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിസ്കാരത്തിൽ പോരായ്മകളുണ്ട് എങ്കിൽ, കാല, അല്ലാഹു തആല പറയും, ഉൻളുറു ഹല്ലി അബ്ദി മിൻ തതവ്വു, എൻ്റെ അടിമ സുന്നത്തായ വല്ല അമലും ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എൻ്റെ അടിമ സുന്നത്തായ അമലുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. സുന്നത്തായ നിസ്കാരമുണ്ടോ? ഫൈൻ ഖാന ലഹു തതവ്വുൻ, അവൻ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ, സുന്നത്തായ അമലുകളുണ്ട് എങ്കിൽ, ഖാല, അല്ലാഹു തആല പറയുന്നത്, അതിമ്മു ലി അബ്ദി ഫരീളതഹു മിൻ തതവ്വുഇഹി, എൻ്റെ അടിമക്ക് ഫർളായ നിസ്കാരങ്ങളിൽ വന്ന വീഴ്ചകളെ അവൻ്റെ സുന്നത്തിൽ നിന്ന് നിങ്ങൾ പൂർത്തീകരിക്കണം. ഫർദിൽ വന്നിരിക്കുന്ന വീഴ്ചകളെ അവന്റെ സുന്നത്തായ അമലുകളിൽ നിന്നെടുത്ത് നിങ്ങൾ പൂർത്തീകരിക്കണം. സുമ്മ തൂഖദുൽ അഅമാലു അലാ ദാലിക, ഈ രൂപത്തിലാണ് അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്. ഇപ്പം നമ്മുടെ ഫർളായ നിസ്കാരങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ, പോരായ്മകൾ വരുന്നുണ്ട്. ആ വരുന്ന വീഴ്ചകളെ, പോരായ്മകളെ പരിഹരിക്കാൻ സുന്നത്തായ അമലുകൾ പരമാവധി വർദ്ധിപ്പിക്കുക, വ്യാപിപ്പിക്കുക എന്നതാണ് ഏറ്റവും മഹത്തായ ഒരു അമൽ. നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. ഒരു ഫർള് നിസ്കാരം സ്വഹീയാവണമെങ്കിൽ 14 ഫർള് ഷർത്ത് പാലിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ പരമാവധി സുന്നത്തായ അമലുകളെ, സുന്നത്തായ നിസ്കാരങ്ങളെ വ്യാപിപ്പിക്കുക എന്നത് ഏറ്റവും അനിവാര്യമാണ്. കുറഞ്ഞത് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങളെങ്കിലും ജീവിതത്തിൽ പകർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്
നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. എങ്കിലേ അഖ്റവിയെ രക്ഷ കിട്ടൂ. അല്ലാഹു തആല വിജയിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടത് ഒരു 2-3 മിനിറ്റാണ്. അധികം നമ്മൾ ചെലവഴിക്കേണ്ടത്. ദുആയിൽ മറക്കരുത്. അസ്സലാമു അലൈക്കും.